വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത് ഫിലിം സ്റ്റഡീസിലെ ജർമ്മൻ എക്സ്പ്രഷനിസം എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ഫിലിം സ്റ്റഡീസിലുള്ള ജർമ്മൻ എക്സ്പ്രഷനിസം എന്നുള്ളത് റെഫേഴ്സ് ടു എ മൂവ്മെൻറ്റ് ഇൻ ഏർലി 20th സെഞ്ച്വറി സിനിമ ദാറ്റ് എംബസൈസ്ഡ് ഏർലി 20th സെഞ്ച്വറിയിലുള്ള ഒരു മൂവ്മെൻറ്റാണ് ജർമ്മൻ എക്സ്പ്രഷനിസം എന്നുള്ളത്. ഈ ഒരു ജർമ്മൻ എക്സ്പ്രഷനിസം എന്നുള്ള ആ ഒരു മൂവ്മെൻറ്റ് എംബസൈസ് ചെയ്യുന്നുള്ളത് വിഷ്വൽ ഡിസ്റ്റോഷൻ ആൻഡ് ഹൈപ്പർ എക്സ്പ്രസീവ് പെർഫോമൻസസ് ടു എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് ഇന്നർ സൈക്കോളജിക്കൽ സ്റ്റേറ്റ്സ് ആൻഡ് സൊസൈറ്റൽ ആൻസൈറ്റീസ്. അതുപോലെ തന്നെ ഈ ഒരു മൊമെൻറ്റ് റിജക്റ്റ് ചെയ്യുന്നുള്ളത് റിയലിസം ഫോക്കസ് ചെയ്യുന്നുള്ളത് ഇൻസ്റ്റെഡ് ഓൺ കൺവേയിങ് ഇമോഷൻസ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോക്കസ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസസ് സ്റ്റൈലിസ്ഡ് സ്റ്റേറ്റ്സിലൂടെയും അതുപോലെ തന്നെ ലൈറ്റിങ്ങിലൂടെയും ആക്ടിങ്ങിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ഇതിലൂടെയൊക്കെ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോക്കസ് ചെയ്യുന്നുള്ളത്. റിജക്ഷൻ ഓഫ് റിയലിസം, ഈ ഒരു മൂമെൻറ്റിൽ പ്രിയോറിറ്റി നൽകുന്നുള്ളത് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസിനാണ്. ഒബ്ജക്റ്റീവ് റിപ്രസെൻറ്റേഷനേക്കാൾ കൂടുതൽ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസിനാണ് പ്രിയോറിറ്റി നൽകുന്നുള്ളത്. അതുപോലെ തന്നെ വിഷ്വൽ distortion and stylized elements to convey inner turmoil and psychological states ആണ് യൂസ് ചെയ്യുന്നുള്ളത്. Films employed techniques like skewed camera angles, unusual lighting and highly theatrical acting to create non-realistic dream-like atmosphere. നോൺ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നുള്ളത്. സ്റ്റൈലിസ്ഡ് സെറ്റ്സ് ഫോർ ഓഫ്റ്റൺ ഡിസൈൻ ടു ബി അബ്സ്ട്രാക്ട് ആൻഡ് സിംബോളിക് റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത് ദ ക്യാരക്ടേഴ്സ് ഇമോഷണൽ സ്റ്റേറ്റ്സ് കൺവേ ചെയ്യുന്നുള്ളത് എ സെൻസ് ഓഫ് അണ്ണീസ് ആണ് കൺവേ ചെയ്യുന്നുള്ളത്. തീംസ് ഓഫ് ആൻസൈറ്റി ആൻഡ് സൈക്കോളജിക്കൽ ടേർമോയിൽ ഫിലിംസ് ഫ്രീക്വൻ്റ്ലി എക്സ്പ്ലോർ ചെയ്യുന്നുള്ള തീം എന്നുള്ളത് തീംസ് ഓഫ് ട്രോമ, പെറോണിയ, സ്കിസോഫ്രീനിയ ആൻഡ് അതർ സൈക്കോളജിക്കൽ സ്റ്റേറ്റ്സ് റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത് ദ ആൻസൈറ്റീസ് ഓഫ് ദ പോസ്റ്റ് വേൾഡ് വാർ ഇറ ഇൻ ജർമ്മനി. ഇൻഫ്ലുവൻസ് ഓൺ ലാറ്റർ സിനിമയിലേക്കാണ് ഈ ഒരു ജർമ്മൻ എക്സ്പ്രഷനിസം എന്നുള്ള മൂവ്മെൻറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത്. ഈ ഒരു ജർമ്മൻ എക്സ്പ്രഷനിസത്തിൻ്റെ വിഷ്വൽ സ്റ്റൈൽ അതുപോലെ തന്നെ തീമാറ്റിക് കൺസേൺസ് എന്നുള്ളത് ഹാവ് ഇൻഫ്ലുവൻസ്ഡ് ഹൊറർ, നോയർ ആൻഡ് അതർ ഷോണേഴ്സ് വിത്ത് ഡയറക്ടേഴ്സ് ലൈക്ക് ടിം ബർട്ടൺ ആൻഡ് ദ കോൻ ബ്രദേഴ്സ് ഡ്രോ ചെയ്യുന്നുള്ളത് ഇൻസ്പിറേഷൻ ഫ്രം ദിസ് മൂവ്മെൻറ്റ്. ഇനി ജർമ്മൻ എക്സ്പ്രഷനിസത്തിൻ്റെ എക്സാമ്പിൾസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു മൂവ്മെൻറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഫിലിമിൻ്റെ എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ദ ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിഗറി. പലപ്പോഴും ഈ ഒരു ഫിലിം കൺസിഡർ ചെയ്യുന്നുള്ളത് എ സെമിനൽ എക്സാമ്പിൾ ഓഫ് ദ മൂവ്മെൻറ്റ് നോൺ ഫോർ ഇറ്റ്സ് ഡിസ്റ്റോർട്ടഡ് സെറ്റ് ഡിസൈൻ ആൻഡ് നൈറ്റ്മാരിഷ് അറ്റ്മോസ്ഫിയർ. ഈ ഒരു ഫിലിം അറിയപ്പെടുന്നുള്ളത് അതിൻ്റെ ഡിസ്റ്റോർട്ടഡ് സെറ്റ് ഡിസൈനും അതുപോലെ തന്നെ നൈറ്റ്മാരിഷ് അറ്റ്മോസ്ഫിയറും കാരണമായിട്ടാണ്. നെക്സ്റ്റ് ഫിലിം എന്നുള്ളത് നോസ്ഫെറാട്ടോ, ആൻ അൺഓതറൈസ്ഡ് അഡാപ്ഷൻ ഓഫ് ഡ്രാക്കുള, ഫേമസ് ഫോർ ഇറ്റ്സ് യൂസ് ഓഫ് ഷാഡോസ് യൂസ് ചെയ്തത് കാരണമായിട്ടാണ് ഈ ഒരു സിനിമ ഫേമസ് ആയിട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് ഡിപ്പിക്ഷൻ ഓഫ് ദ വാമ്പയറിൻ്റെ ആ ഒരു ഡെപ്പിക്ഷൻ കാരണമായിട്ടും അതുപോലെ തന്നെ ഷാഡോ യൂസ് ചെയ്തത് കാരണമായിട്ടൊക്കെയാണ് ഈ ഒരു ഫിലിം ഫേമസ് ആയിട്ടുള്ളത്. വാമ്പയറിനെ എന്തായിട്ടാണ് ഡെപ്പിക്റ്റ് ചെയ്തിട്ടുള്ളത്? ആസ് എ മോൺസ്ട്രസ് ഫിഗറായിട്ടാണ് വാമ്പയറിനെ ഡെപ്പിക്റ്റ് ചെയ്യുന്നുള്ളത് ഈ ഒരു സിനിമയിലൂടെ. ഇനി ലാസ്റ്റ് വൺ ദ ലാസ്റ്റ് ലാഫ് എന്നുള്ള ഫിലിം. ഈ ഒരു ഫിലിം എന്നുള്ളത് അറിയപ്പെടുന്നുള്ളത് നോൺ ഫോർ ഇറ്റ്സ് ഇന്നോവേറ്റീവ് യൂസ് ഓഫ് ദ ക്യാമറയുടെ ഇന്നോവേറ്റീവ് യൂസ് കാരണവും അതുപോലെ തന്നെ ഇറ്റ്സ് എക്സ്പ്ലോറേഷൻ ഓഫ് ദ സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഓഫ് സോഷ്യൽ സ്റ്റാറ്റസ്. ക്യാമറേൻ്റെ ഇന്നോവേറ്റീവ് യൂസ് കാരണവും അതുപോലെ തന്നെ സോഷ്യൽ സ്റ്റാറ്റസിനെ എക്സ്പ്ലോർ ചെയ്യുന്നുള്ള ആ ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് കാരണമായിട്ടാണ് ഈ ഒരു ഫിലിം എന്നുള്ളത് അറിയപ്പെടുന്നുള്ളത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്. ഈ ഒരു ജർമ്മൻ എക്സ്പ്രഷനിസം എന്നുള്ള ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.